എന്ത് ഭംഗിയാലേ മാങ്ങ. ഇതാണ് യാസ്മിന റോസ്. ഇത് വിദേശി ഐറ്റമാണ്. സൗത്ത് ആഫ്രിക്കയിലുള്ളതിനാണ് ഇങ്ങനത്തെ ഒരു റെഡിഷ് കളർ വരുന്നത്. ഈ യാസ്മിന റോസ് തന്നെ ഈജിപ്തിലുണ്ട്. ഈജിപ്തിലുള്ളതിന് ഇത്രയും കളറില്ല, കുറച്ചുകൂടി ഗ്രീനിഷാണ്. പക്ഷേ ഇത് തമിഴ്നാട്ടിലുണ്ടായതാണ്. പരിചയക്കാരൻ ഇതിൻ്റെ തൈ ബംഗ്ലാദേശിൽ നിന്നെങ്ങാണെന്ന് ഒപ്പിച്ച് കൊണ്ടുവന്ന് അത് പുള്ളിയുടെ ഫാമിൽ നട്ടിട്ട് എനിക്ക് വാങ്ങേണ്ടായപ്പോൾ തന്നതാണ്. ഇതാണ് യാസ്മിന റോസ്. വിദേശിയാണ് കേട്ടോ, സൗത്ത് ആഫ്രിക്കൻ സാധനമാണ്. ഇതിൻ്റെ റിവ്യൂ നമുക്ക് നോക്കാം. മധുരം ഉണ്ടോന്ന്. തിരുവനന്തപുരത്തുള്ളൊരു ഓസ്റ്റിൻ എന്ന ഒരു സാറാണ് എനിക്ക് മാങ്ങ തന്നത്. ഞാൻ പുള്ളിയുടെ അടുത്ത് നിന്ന് ഹിമാപസന്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഹിമാപസന്ത്, പുള്ളി തന്നതാണ്. അപ്പം അങ്ങനെ യാസ്മിന റോസ് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കളറൊക്കെ ഉണ്ട്. ഇതൊരു 650 ഗ്രാം ഉണ്ടായിരുന്നു ഈ മാങ്ങ. എന്തെന്നാ ഇപ്പോൾ പറയുക, ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. മധുരം വളരെ വളരെ കുറവ്. നല്ല മൂത്ത മാങ്ങയാണ് കേട്ടോ, എന്നിട്ടും മധുരം വളരെ വളരെ കുറവ്. അതിനി ഒരുപക്ഷെ ഇന്ത്യയിലുണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല. അതുപോലെ ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലുകെട്ടിയുടെ ഫ്ലേവർ, അഥവാ നമ്മുടെ സാധാരണ നാട്ടിൽ കാണുന്ന ഈ തമ്പോർ മാങ്ങ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു ഫ്ലേവർ. ഒട്ടും ഒരു നല്ല മാങ്ങയുടെ, സ്റ്റാൻഡേർഡ് മാങ്ങയുടെ രുചിയല്ല. എന്നുവെച്ചാൽ മോശമല്ല, പക്ഷെ മധുരമില്ല. ഈ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ, വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ ഇതാണ് സൗത്ത് ആഫ്രിക്കക്കാരി യാസ്മിന റോസ്, അല്ലെങ്കിൽ ഈജിപ്തുകാരി യാസ്മിന റോസ്.